ഇതായി കാണുന്നത്. ഇതിലാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. എല്ലാവരും ആൾക്കാരെല്ലാം കയറിക്കൊണ്ടിരിക്കുന്നു. മിക്ക ആൾക്കാരും കയറി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സോണിയച്ചനാണ് ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. J-Bed singing something about the way things used to be. Now I'm dancing on a wire like a cheap paper tiger, strumming on a heartstring stereo to a song that no one knows, and it goes like this. Hey, hey, yeah, say it goes like this. Say la vie, oh don't ask me, 'cause it goes like this. Yeah. So I pack my bags and I'm on my way. And all my friends are upside down, but I get around okay. Now I'm dancing on a tightrope, oh, like some silly little psycho. Only one way out of this two-lane town, and around we go, and it goes like this. Oh yeah, say it goes like this. Say la vie, oh don't ask me, 'cause it goes like this. Oh 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 oh, da 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 da. Say la vie, oh don't ask me. പള്ളിന്നാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഇതാ നിങ്ങളുടെ വലത്ത് വശത്ത് പോകുന്നത് ഇതിനെ പറയുന്നത് റോറോ എന്നാണ് കേട്ടോ. റോറോ ജങ്കാറുകൾ എന്ന് പറയും. പണ്ട് ജങ്കാറുകൾ കണ്ടിട്ടുണ്ടേ. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷനാണ് റോറോ ജങ്കാർ. 4 എണ്ണമാണ് കൊച്ചിയിലുള്ളത്. അതിൽ 2 വലിയ റോറോയാണത്. ഇതിനകത്ത് 18 കണ്ടെയ്നർ ലോറികൾ, ആ കാണുന്ന കണ്ടെയ്നർ ലോറികൾ 18 എണ്ണം ഇതിനകത്ത് ക്യാരി ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ തന്നെയാണ് കേട്ടോ, KSINCയുടെ തന്നെ റോറോ സർവീസ് ആണ്. റോൾ ഓൺ റോൾ ഓഫ് എന്നാണ് ഇതിനെ പറയുന്നത്. ഓക്കെ, നമ്മളിപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾ ഇടത്ത് വശത്ത് നിങ്ങൾ വണ്ടിയിൽ നിങ്ങൾ എന്തൊരു വൈകിയെന്ന് ബ്ലോക്ക് ആയി പോയി. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മനോഹരമായിട്ടുള്ള വാക്ക് വേ, നിങ്ങളുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നടന്നു വന്ന മനോഹരമായിട്ടുള്ള വാക്ക് വേ. ഇത് നമ്മുടെ കേരളത്തില് കായലിനോട് ചേർന്ന് കിടക്കുന്ന ഏറ്റവും നീളം കൂടിയ മ്യൂസിക്കൽ വാക്ക് വേ ആണ്. ഇതിനെ ബന്ധിപ്പിക്കുന്നത് 3 പാലങ്ങളാണ്. ഈ 3 പാലങ്ങൾക്ക് 3 ആകൃതിയാണ്. ഒന്ന് കെട്ടുവെള്ളത്തിന്റെ ആകൃതിയിലുള്ള കെട്ടുവെള്ളം പാലം. സെൻട്രൽ ആയിട്ട് നമുക്ക് ആ പാലം അറിയാം, മഴവിൽ പാലം. മറൈൻ ഡ്രൈവ് കേട്ടിട്ടില്ലേ?
മറൈൻ ഡ്രൈവ് ബ്രിഡ്ജ് കാണാം. അതിനുശേഷം ക്ഷീരവലയുടെ ആകൃതിയിലുള്ള ക്ഷീരവല പാലം. അങ്ങനെ മനോഹരമായിട്ടുള്ള 3 പാലങ്ങൾ കണക്ട് ചെയ്യുന്ന 3 പാലങ്ങളുണ്ട്. 4 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന മ്യൂസിക്കൽ വാക്ക് വേ. ഇതിന്റെ പേര് ഡോക്ടർ APJ അബ്ദുൽ കലാം മാർഗതാണ്. അബ്ദുൽ കലാമിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ മ്യൂസിക്കൽ വാക്ക് വേ ആണ് നിങ്ങളുടെ ഇടത്ത് വശത്ത് കാണുന്നത്. കേരള ഹൈക്കോടതി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരള ഹൈക്കോടതി കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടോ? ചെക്ക് ആഗ്രഹിക്കുന്ന ബിൽഡിംഗ് ഉണ്ടോ? നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ് കൊടി സൂക്ഷിച്ച് നോക്കിയാൽ നമ്മുടെ ഇന്ത്യയുടെ കൊടിയാണ്. നമ്മുടെ കേരള ഹൈക്കോർട്ടാണ്. കേരള ഹൈക്കോർട്ട് ജംഗ്ഷനിൽ നിന്നാണ് നമ്മൾ സാഗരനാടിലേക്ക് കയറിയത്. അതുപോലെ നമ്മളിപ്പോ പ്രവേശിക്കുന്നത് ദേശീയ ജലപാതയുടെ ഒരു ഭാഗത്തേക്കാണ്. കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നമുക്ക് കേരളത്തിൽ ഒരു ദേശീയ ജലപാതയുണ്ട്. അതിനൊരു ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നിങ്ങളുടെ വലത്ത് വശത്ത് നോക്കി വെള്ളത്തിൽ റെഡ് കളർ ചുവന്ന കളർ ഇൻഡിക്കേറ്റർ ഉണ്ടോ? ഇങ്ങനെ ഒഴുകി നടക്കുന്ന പോലെ റൈറ്റ് സൈഡിൽ കാണാം. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ ഒരു പച്ച കളർ. ദേശീയ ജലപാതയുടെ അതിരുകളെ സൂചിപ്പിക്കുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. പുറകിൽ നിന്ന് ഒഴുകി വരുന്ന പെരിയാർ, പെരിയാറെ അല്ലെ, പെരിയാർ നദി വരുന്നത് അവിടെ നിന്നുണ്ട്. പെരിയാർ വന്നിട്ട് നമ്മളുടെ വേമ്പനാട് കായലുമായിട്ട് കൂടിച്ചേരുന്നത് ഇവിടെ വെച്ച് തന്നെ. എന്നിട്ട് പെരിയാർ നദിയും വേമ്പനാട് കായലും കൂടി മിക്സ് ആയതിനു ശേഷം ഇവർ രണ്ടുപേരും കൂടി ഐക്യം പിടിച്ച് അറബിക്കടലിലേക്ക് പോയി അവിടെ സംഗമിക്കും. അങ്ങനെ ഒരു സവിശേഷത കൂടിയുള്ള ഒരു സ്ഥലമാണ് നമ്മൾ വേമ്പനാട് കായൽ. നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കായൽ എന്ന് പറയാം വേമ്പനാട് കായലിന്. അപ്പോ ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ ഇടത്ത് വശത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ത്രികോണ ആകൃതിയിലിരിക്കുന്ന 2 ബിൽഡിങ്സ് ഉണ്ടോ? പിരമിഡ് പോലെ ഇരിക്കുന്ന 2 ബിൽഡിംഗ് അവിടെ കാണാം. കണ്ടോ? സൂക്ഷിച്ച് നോക്കി 2 ഷോർട്ട് ആയിട്ടിരിക്കുന്ന ചെറിയ 2 ബിൽഡിങ്സ് ഉണ്ട്. ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. ഷോപ്പിംഗ് മാളുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നതിന് മുമ്പേ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് അല്ലേ? അതിനകത്ത് കേരളത്തിൽ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഷോപ്പിംഗ് കോംപ്ലക്സ് കൺസെപ്റ്റിൽ ഒന്നല്ല ആദ്യത്തേത് ഈ കാണുന്നത് GCDA കോംപ്ലക്സ് ആണ്. മേനക എന്നറിയപ്പെടുന്ന ലൊക്കേഷൻ ആണ്. മേനക തിയേറ്ററിൽ കേട്ടിട്ടുണ്ടോ? പണ്ടത്തെ സിനിമ തിയേറ്റർ അറിയില്ല. ഇല്ല. അപ്പൊ ആ തിയേറ്ററിന്റെ പേരിലാണ് ഇപ്പോഴും ആ ലൊക്കേഷൻ അറിയപ്പെടുന്നത്. മേനക എന്ന് പറയുന്ന ലൊക്കേഷൻ ആണത്. ഇനി നമുക്ക് വലത്ത് വശത്ത് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ തുരുത്തുകൾ കാണാം. അവിടെ റൈറ്റ് സൈഡിൽ കുഞ്ഞു ഐലൻഡ് പോലെ ദ്വീപുകൾ പോലെ കാണുന്ന ചെറിയ ചെറിയ തുരുത്തുകളൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ട് കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാൻമെയ്ഡ് ഐലൻഡ്സ് ആണ്. കുഞ്ഞു ഐലൻഡ്സ് കാണുന്ന ഇതുണ്ടോ? ഇത് ഇവിടെ 2-3 തുരുത്തുകൾ കാണാം. ഇതിനൊക്കെ നമ്മൾ വിളിക്കുന്നത് ഡയമണ്ട് ഐലൻഡ്സ് എന്നാണ്. ഡയമണ്ട് ഐലൻഡ്സ് എന്ന് പറയുന്ന കുഞ്ഞു ദ്വീപുകളാണ്. അത് ഉണ്ടാക്കി വെക്കാൻ മറ്റൊരു കാരണമുണ്ട്. നിങ്ങൾ ലോകത്ത് എവിടെയെങ്കിലും ചെടികൾ പ്രസവിക്കുന്നത് കേട്ടിട്ടുണ്ടോ? കേടുണ്ടോ? പ്രസവിക്കുന്ന സസ്യങ്ങൾ എന്ന് വിളിക്കുന്ന ഏത് സസ്യമാണ് അറിയാമോ? പായലല്ല, വേറെ സാധനം. വെള്ളത്തിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന സാധനം അല്ല. അവിടെ കണ്ടല് കേട്ടില്ലേ? അത് കാരണം എന്താണ് പ്രസവിക്കുന്ന സസ്യങ്ങൾ എന്ന് വിളിക്കാൻ കാരണം? കാരണം ഏതെങ്കിലും ചെടിയുടെ വിത്ത് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ വിത്ത് മുളക്കോ? ഇല്ല, വിത്ത് ചീഞ്ഞു പോലെ. കണ്ടൽ എങ്ങനെയാ മുളക്കുന്നത്? കണ്ടല് ഓൾറെഡി വിത്ത് മുളച്ചതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് വന്ന് ഇതിനെ കുത്തി ഇറങ്ങി അങ്ങനെയാണ് മുളച്ചത്. അതുകൊണ്ടാണ് പ്രസവിക്കുന്ന സസ്യങ്ങൾ കണ്ടലിനെ വിളിക്കുന്നത്. റൈറ്റ് സൈഡിൽ കാണുന്ന ഈ ഡയമണ്ട് ഐലൻഡ്സ് കണ്ടൽ കാടുകളാണ്. അപ്പൊ പിന്നെ നിങ്ങൾ കൂടുതൽ വേറെ പാട്ട് പാടുന്ന സുചേച്ചി നല്ലൊരു കൈ കൊടുക്കുക. എല്ലാവരും കൈയടിച്ച് ഒരാൾക്കാര് പേര് വരുമ്പോൾ നല്ല കൈ കൊടുക്കാം കേട്ടോ. ഓക്കെ, സംസാരിച്ചോ, പാട്ട് പാടുക. ഓക്കെ, റൈറ്റ് സൈഡിൽ ഈ പൈപ്പ് ലൈൻ കണ്ടോ? ഒരു പൈപ്പ് പോയിരിക്കുന്നുണ്ടോ? ഇതിന് COT എന്നാണ് ഈ ഭാഗത്തിന് പറയുന്നത്. കൊച്ചിൻ ഓയിൽ ടെർമിനൽ. നിങ്ങൾ ക്രൂഡ് ഓയിൽ കേട്ടിട്ടുണ്ടോ? ക്രൂഡ് ഓയിൽ അതായത് പെട്രോളിയം പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കാൻ, പെട്രോൾ ഡീസലൊക്കെ ഉണ്ടാക്കാനാണ് ഈ ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ക്രൂഡ് ഓയിൽ കപ്പലിൽ കൊണ്ടുവരും. എന്നിട്ട് ഈ കപ്പല് വന്ന് ചേരുന്നത് ഈ പൈപ്പ് ലൈൻസിനോട് ചേർന്നിട്ട് വന്ന് ചേരുന്നത്. എന്നിട്ട് ക്രൂഡ് ഓയിൽ, കപ്പലിലുള്ള ക്രൂഡ് ഓയിൽ ഇവിടെ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ അപ്പുറത്തുള്ള അമ്പലമുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്കൊരു കൊച്ചിൻ റിഫൈനറി ഉണ്ട്, ഓയിൽ റിഫൈനറി. അങ്ങോട്ട് ക്രൂഡ് ഓയിൽ കടത്തിവിടുന്ന പൈപ്പ് ലൈനാണ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കാണുന്ന COT എന്ന് പറയുന്ന ഭാഗം. ഈ പൈപ്പ് ലൈൻസ് ഇത് വെള്ളത്തിനടിയിലൂടെയാണ്. ഇവിടുന്ന് വെള്ളത്തിനടിയിലൂടെ 30 കിലോമീറ്റർ, അതായത് ഭൂമിയുടെ അടിയിലൂടെയാണ് ഈ പൈപ്പ് ലൈൻസ് പോകുന്നത് 30 കിലോമീറ്റർ. അപ്പൊ അതിനു വേണ്ടിയുള്ള പൈപ്പ് ലൈനാണ്. ഇവിടുന്ന് ക്രൂഡ് ഓയിൽ റിഫൈനറിലേക്ക് കടത്തിവിടാൻ യൂസ് ചെയ്യുന്ന പൈപ്പ് ലൈനാണ് റൈറ്റ് സൈഡിൽ കാണുന്ന COT, കൊച്ചിൻ ഓയിൽ ടെർമിനൽ എന്ന് പറയുന്ന ഭാഗം. നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു ദേശീയ ജലപാത, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാതയുടെ ഒരു ഭാഗത്തോടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. 2 സൈഡിലും കാണുന്ന ഇൻഡിക്കേറ്റേഴ്സ് ദേശീയ ജലപാതയുടെ അതിരുകളെ സൂചിപ്പിക്കുന്ന 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഇവിടെ ആഴം കൂട്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. ഏകദേശം ഒരു 16-17 മീറ്റർ ഉണ്ടാവും ഇവിടുത്തെ ആഴം എന്ന് പറയുന്നത്. കാരണം വെസലുകൾക്ക് സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ. വെസലുകൾ സഞ്ചരിക്കുന്ന
ഒരു ചാലാണ്. ഇവിടെ നമ്മൾ പതിയെ തിരിഞ്ഞ് കപ്പൽ ചാലിലേക്ക് കയറും. അപ്പോൾ ആഴം പിന്നെയും കൂടും. 37 മീറ്റർ മുതൽ 37, 42, 51, 64 അങ്ങനെ മീറ്റർ വെള്ളത്തിനടിയിലേക്ക് ഇപ്പോഴും ഡ്രഡ്ജിങ് നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ കപ്പൽ ചാല. അങ്ങോട്ട് നമ്മൾ വെസൽ തിരിയും. പാട്ട് കേൾക്കാം. ശ്രീരാഗമോ തേടും നീ വീണതൻ പൊൻതന്തിൽ സ്നേഹാദ്രമാ ഏതോ പദം തേടും നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമോ നിന്റെ ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തിൽ താനിതാപ മഹദനി താപ മഗരി ഗമ പദനി സരി മഗരി സനി ദപ മഗരി ഗമ പദ സരി ഗമ പ നി സരി ഗമ പ കാല സരി ഗമ പ ധനി ധമ ധ ധനി ഗരി നി ധമ ഗരി സരി ഗമ രി ഗമ പ മഗമ പദ മവദനി ഗരി രി സ സനി നി ധ ധ ബ ഗരി രി സ സനി നി ധ ധ ബ ഗരി രി സ സനി നി ധ ധ ബ ഗരി സനി ധ ബ സരി ഗമ പ രി ഗമ പദ സ ഗമ പദനി ഗരി സനി ധ രി സനി ധ ബ സനി ധ ബ ധ രി ധ ധ ബ സരി ഗമ പ നി സരി ഗമ പ